ഉദയസൂര്യന്റെ 42ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഓണാഘോഷ പരിപാടി ബഹുമാനപ്പെട്ട MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KV വത്സലൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം മത്സ്യബന്ധന ജില്ലാ മാനേജർ ഡോക്ടർ പ്രശാന്ത്, എറണാകുളം നെറ്റ് ഫാക്ടറി മാനേജർ TD സുധ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. ഉദയസൂര്യൻ ലീഡർ TK മുരളീധരൻ, നാടൻ ഗിരീഷ് രവി എന്നിവരെ MLA അനുമോദിച്ചു. സീനിയർ മെമ്പർമാരായ AG ബാബു, KP ജോയ്, MS ഗോപാലകൃഷ്ണൻ, PK ദേവരാജൻ തുടങ്ങിയവരെ ആദരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് നൽകി. വാർഡ് മെമ്പർ CC സിജി, PG ജയകുമാർ, AG ഫൽഗുനൻ, PV ജയൻ, TN ലവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. KG അജി നന്ദിയും പറഞ്ഞു. തുടർന്ന് പാർത്ഥസാരഥി മാമ്പള്ളി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും ഉണ്ടായിരുന്നു. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനാണെന്നമിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ, ഭൂമിയിലും കാരണനായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ജീവൻ വിളിങ്ങളെ ആദരയായിട്ടും സ്വീകരിച്ചു. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനാണെന്നമിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ, ഭൂമിയിലും കാരണനായുള്ള തമ്പുരാൻ. 3 കോടി രൂപയുടെ ബിസിനസ്സിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് കിട്ടുന്നത് 10 ലക്ഷത്തോളം രൂപയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പോക്കറ്റിൽ വരേണ്ട പൈസകളാണ്. അത് ഈ സ്വകാര്യ വ്യക്തിയുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മുടെ സർക്കാരിനെ, ഇവിടുത്തെ 10,000-കണക്കിന് തൊഴിലാളികളും 1000-കണക്കിന് ഈ യാനങ്ങളും പണിയെടുക്കുന്ന നമ്മുടെ ഹാർബറിലാണ്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾ മാത്രമാണ് ഈ രീതിയിലുള്ള സർക്കാരിന്റെ അവഗണനകൾ നടക്കുന്നത്. ഉദയസൂര്യൻ ഗ്രൂപ്പിന് മാത്രം ഈ വർഷം 3 കോടി രൂപയിൽ പറ്റേ പണിയുണ്ടായിരുന്നു. അതിൽ നിന്ന് മാത്രം പ്രഭു ചേർന്ന് ഞങ്ങൾ 2 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ 50 ആളുടെയും പോക്കറ്റിൽ വേണ്ട പൈസയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള രീതിയിലാണ് നമ്മുടെ ഹാർബറിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ മത്സ്യബന്ധന മേഖല തകർന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദയസൂര്യൻ ഈ വർഷം പണിക്ക് പോയിട്ട് 147 ദിവസം 147 ദിവസം 365 ദിവസം ഉള്ള ഒരു വർഷത്തിൽ 52 ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ പണിയെടുക്കേണ്ട ആളുകൾ നമ്മൾ പണിയെടുക്കുന്ന 147 ദിവസമാണ്. ഇത് ചുരുങ്ങിയതെന്താണ്? ഈ പിലാജിക്ക് എന്നുള്ള മുതലാളിമാരുടെ ഈ മത്സ്യബന്ധന രംഗത്തുള്ള കടന്നുകയറ്റമാണ്. അതിനെതിരെ ശക്തമായി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം സംഘടിച്ചു കഴിഞ്ഞു. ഏത് രീതിയിലും ഇതിനെ ഈ കടയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ പുലിമുരുകൻ ഒരു സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, പുലിയെ പിടിക്കണം അവൻ്റെ മടയിൽ പോയി പിടിക്കണം എന്നുള്ളത്. ആ രീതിയിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മാറിക്കഴിഞ്ഞു. ജീവിക്കാൻ വേണ്ടി അവരുടെ മട തേടി ഇറങ്ങാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മത്സ്യബിഡിൻ്റെ നമ്മൾ നയിക്കുന്ന മത്സ്യബിഡിൻ്റെയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മത്സ്യബിഡൊക്കെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകണമെന്ന്
മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. കൃഷ്ണ അവർ അനുമോദനം ഏറ്റുവാങ്ങാനിടെ എത്തിയിട്ടുള്ള മുരളീധരൻ, ഗിരീഷേട്ടൻ, മുഖ്യാതിഥികളായിട്ടുള്ള മാനേജർ, നെറ്റ് ഫാക്ടറിയുടെ മാനേജർ ടി ഡി സുധ, ഇവിടെ വേദിയിൽ എത്തിയിട്ടുള്ള വാർഡ് മെമ്പർ CCCG, ജയകുമാർ, ഫൽഗുണൻ, ജയൻ, ലെവൻ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കിവിടെ എല്ലാവർക്കും അറിയാം ഉദയസൂര്യൻ്റെ 42ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള ഓണം ആഘോഷ പരിപാടികളാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഒത്തൊരുമ നമുക്ക് കിട്ടുന്നത് തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് പണിക്ക് പോയി നിങ്ങൾക്ക് കിട്ടുന്ന ബോണസ് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നതും അത് എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി അത് സ്വീകരിക്കുന്നതും വളരെയധികം ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിനോടുകൂടി തന്നെ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ശ്രേഷ്ഠ മത്സ്യത്തൊഴിലാളികൾക്കുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുള്ള മുരളീധരൻ ചേട്ടനെയും നാടകത്തിന് സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള ചേട്ടനെയൊക്കെ നമ്മളിപ്പോൾ അവാർഡിനായി ഇവിടെ ക്ഷണിച്ചിട്ടുള്ളതും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇവരെ രണ്ടുപേരും ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ തുടങ്ങി പല വേദികളിലും ഞാൻ ഇവരെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. കാരണം പല സ്ഥലത്തും നമുക്ക് ഇവരെ ആദരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അവാർഡുകൾ ഇനിയും കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്നും പിന്നെ ഇവിടെ പറഞ്ഞു എന്നതാണ്. നമുക്കിപ്പോൾ നായകമ്പലം ഗ്രാമപഞ്ചായത്തിനെ മത്സ്യഗ്രാമമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് 7.5 കോടി രൂപയാണ് അതിനുവേണ്ടി നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഹാർബറും മറ്റേ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ നമുക്ക് കിയോസ്കിയാണ് വനിതകൾക്ക്, മത്സ്യത്തൊഴിലാളികളെ വനിതകൾക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ ഇപ്പോൾ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കും. അപ്പോൾ നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതലായിട്ട് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്നും ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനായ MLA കെ ഉണ്ണികൃഷ്ണൻ അവരെ ക്ഷണിച്ചു. സർവോപരി നാടകരംഗത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിൻ്റെ അഭിമാനമായി ഈ നാടിൻ്റെ കേരളത്തിലാകെ അടയാളപ്പെടുത്തിയ ശ്രീ ഗിരീഷ് രവി, മറ്റ് തൊഴിലാളി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഉദയസൂര്യൻ ഗ്രൂപ്പിൻ്റെ ഈ ഓണാഘോഷവും അനുമോദനവും ബോണസ് വിതരണവും എല്ലാം ചേർന്നുള്ള ഈ പരിപാടി വളരെ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. നമ്മുടെ ഈ വൈപ്പിങ്കരയിൽ ഏറ്റവും നല്ല നിലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയാണ് ഉദയസൂര്യൻ എന്ന് എല്ലാവർക്കും അറിയാം. സൂര്യൻ ഉദിച്ചുയരുന്ന അതേ ശോഭയിൽ തന്നെ തൊഴിൽ രംഗത്ത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്ന മഹത്തായ ഒരു വളരെ ഐക്യമുള്ള ഒരു കൂട്ടായ്മയാണ്. നിങ്ങളുടെ തന്നെ വരുമാനത്തിൽ നിന്നും ഓഹരിയിൽ നിന്നും ഉള്ളതൊക്കെ ആണെങ്കിലും ഈ ബോണസ് വിതരണം തീർച്ചയായും ഈ ആഘോഷത്തിൻ്റെ നാടുകളിൽ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഓണാഘോഷത്തിന് വലിയ പൊലിമയോടുകൂടിയുള്ള സർക്കാർ പരിപാടികൾ ഇത്തവണ ഇല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തന്നെ എല്ലാ ഓണാഘോഷങ്ങളും മാറ്റിവെക്കപ്പെടുകയുണ്ടായി. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ ഓർത്തും മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരാഘോഷമാണ് ഓണം എന്നുള്ളത് കൊണ്ടും അത്യാവശ്യം ആഘോഷങ്ങളെല്ലാം നടക്കട്ടെ എന്ന നിലപാടാണ് പിന്നീട് സർക്കാർ സ്വീകരിച്ചത്. സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികൾ ഔദ്യോഗികമായിട്ടില്ലെങ്കിലും മറ്റു മേഖലകളിലെല്ലാം ഈ ആഘോഷങ്ങൾ നടക്കട്ടെ എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ അവശേഷിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ലോകോത്തരമായ പുനരധിവാസ പദ്ധതി നടപ്പാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആയിരക്കണക്കിന് ആളുകളുടെ സഹായങ്ങൾ ഓടിയെത്തുകയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ സ്ഥലം സന്ദർശിക്കുകയും
അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിനനുസൃതമായ സഹായങ്ങൾ കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടു കൂടി ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ലോകോത്തരമായ പുനരധിവാസം നടപ്പാക്കാനായിട്ടാണ് സർക്കാരും ആലോചിക്കുന്നത്. ഇത്തവണ നമ്മുടെ ഈ ഓണാഘോഷം വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും നമ്മുടെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ മറ്റ് പൊതുമാർക്കറ്റിൽ നിന്നും വലിയ തോതിലുള്ള വിലക്കയറ്റത്തിന്റെ ഒരു ആഘാതം ഏൽക്കാത്ത വിധത്തിൽ നമ്മുടെ മാവേലി സ്റ്റോറുകളും സിവിൽ സപ്ലൈ സ്റ്റോറുകളിലൂടെ എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കരുതലും ഇത്തവണ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പെല്ലാം നടക്കുമ്പോൾ ചില പ്രയാസങ്ങൾ നമ്മുടെ ഈ സ്റ്റാളുകൾക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതുകൂടി ആ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ നല്ല മുൻകരുതലെടുത്ത് ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലുമുള്ള തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള ബോണസും മറ്റ് അഡ്വാൻസും അതെല്ലാം എല്ലാ മേഖലകളിലും ലഭ്യമായിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മാത്രമല്ല, സ്വകാര്യ മേഖലയിലുള്ള ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ വരെ പൊതുവെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ ഓണാഘോഷം വളരെ സന്തോഷകരമായി മാറും എന്നുള്ള അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തെ വള്ളങ്ങളിൽ പോയി മത്സ്യം പിടിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ, പരമ്പരാഗത മത്സ്യ തൊഴിലാളികൾ എന്നറിയപ്പെടുന്ന ഈ വിഭാഗത്തിനു വേണ്ടി നമ്മുടെ ഗവൺമെന്റ് വളരെ ആകർഷകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഗുണഭോക്താക്കൾ എന്ന നിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഉദയസൂര്യന്റെ നേതൃത്വം നൽകുന്ന കൂട്ടായ്മ, അത് അവരും അതേപോലെ തന്നെ ഞാറക്കൽ നായരമ്പലം മത്സ്യസംഘവും നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം നമ്മുടെ മത്സ്യ ബോർഡും എല്ലാം ആ നിലയിൽ നേതൃത്വം നൽകി വരുന്നുണ്ട്. അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദ്, മെമ്പർ സിജി, ബഹുമാന്യയായ മത്സ്യഫെഡിന്റെ നെറ്റ് ഫാക്ടറി മാനേജർ സുധാ മേഡം, ഷൈമ, ബഹുമാന്യയായ നമ്മൾ ഞാറക്കൽ നായരമ്പലം ജയകുമാർ, നായരമ്പലം സംഘം പ്രസിഡന്റ് എജി പൽഗുണൻ, ടി.എൽ. ചേട്ടൻ, ഈ നാടക രംഗത്ത് നമ്മോടൊപ്പം കളിച്ചു വളർന്ന് മത്സ്യബന്ധന രംഗത്ത് തൊഴിൽ ജീവനത്തിന് പോയി ആ ജീവിതത്തിൽ നിന്നും കലാമേഖലയിലേക്ക് കടന്നുകൂടി ഇന്ന് നമ്മൾക്കെല്ലാം ഒരു കലാകാരനുണ്ട്, അത് നമ്മളെ സുഹൃത്താണ് എന്ന് പറയാൻ അവസരം ഉണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട ഗിരീഷ് ചെവി, അദ്ദേഹത്തിനും ഉദയസൂര്യൻ ഗ്രൂപ്പ് ഇന്ന് 42 വർഷങ്ങൾ എത്തിപ്പെടുന്നു. അതിന്റെ കയ്യൊപ്പ് ആരുടെ പക്കലാണ്? ഈശ്വരന്റെ പക്കൽ മാത്രമല്ല. ഈ 42 വർഷവും ഈ ഗ്രൂപ്പിനെ ഒന്നിച്ചു നിർത്താനും ഒന്നിച്ചു കൊണ്ടുപോകാനും എല്ലാ നെടുന്തൂണായി പ്രവർത്തിച്ചത് ഉദയസൂര്യൻ ഗ്രൂപ്പിലെ 50ഓളം വരുന്ന സഹപ്രവർത്തകരാണ്. അവരുടെ അധ്വാനത്തിന്റെയും ഞങ്ങളുടെ ഒത്തൊരുമയുടെ ഫലമാണ് ഇന്ന് ഈ ഗ്രൂപ്പ് ഈ 42 വർഷവും കടന്ന് ഒരു മനസ്സോടെ ഓരോ പ്രവൃത്തിയിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ ഗ്രൂപ്പ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കഥ പറയാറുണ്ട്, സൂര്യൻ കാർമേഘത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും, പക്ഷെ എത്രയോ ഒളിച്ചിരുന്നാലും സൂര്യൻ ഒരിക്കലും അതിന് എല്ലാ പ്രഭാതത്തിനും പുറത്തു വരും. അതാണ് സൂര്യന്റെ സ്ഥിതി. അതും ഞങ്ങളുടെ സ്ഥിതി അത് തന്നെയാണ്. മത്സ്യബന്ധന മേഖലയിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾ തകർച്ച നേരിടാറുണ്ട്. ഇപ്പോഴും ചെറിയ തകർച്ചയിലാണ്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഞങ്ങൾ എല്ലാ തകർച്ചയും നേരിടുന്നതിന് പൂർണ്ണ ഊർജ്ജസ്വതയോടെ ആ സൂര്യതേജസ്സോടെ സൂര്യൻ നിന്നു ഉദിച്ചു. അതിനുള്ള
എല്ലാ തയ്യാറെടുപ്പും ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിട്ട് എല്ലാ വ്യക്തികളും എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അതേപോലെ ഞങ്ങൾ സ്നേഹിക്കുന്ന നാട്ടുകാരും ഞങ്ങൾക്കൊരു വീഴ്ച വരുമ്പോൾ ഞങ്ങളെ കൈത്താങ്ങുന്ന എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘത്തിന്റെ പ്രസിഡന്റ് പി ജയകുമാർ, നെറ്റ് ഫാക്ടറി മാനേജർ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ ഒന്നും നോക്കാതെ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുധാ മേഡം, എല്ലാവർക്കും ഇന്നിവിടെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും, എന്റെ പ്രിയ സഹപ്രവർത്തകർക്കും, MLAക്കും, ഈ വേദിയിൽ എന്നെ അനുമോദനത്തിന് പൂച്ചെണ്ടുകൾ അർപ്പിച്ച ഉദയശ്വരം ഗ്രൂപ്പിന്റെ എല്ലാ മെമ്പേഴ്സിനും സഹപ്രവർത്തകർക്കും ഇവിടെ കൂടിയ എല്ലാ വള്ളത്തിന്റെ ഓരോരോ വ്യക്തികൾക്കും എല്ലാവർക്കും എൻ്റെ നിശ്ചയമായ നന്ദി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഉദയശ്വരം ഗ്രൂപ്പിന്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും അഭിമാനകരവും സന്തോഷകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പണ്ടെപ്പോഴേക്കോ സ്വപ്നം കണ്ട നിമിഷങ്ങളാണിത്. ഞാനും നിങ്ങളിൽ ഒരാളായി കളിച്ചു വളർന്നത് മാത്രമല്ല, കൂടെ ജോലി ചെയ്ത് കടലിൻ്റെ വിരിമാറിൽ ഉപ്പുകാറ്റും കടുത്ത വെയിലും കൊണ്ട് നമ്മളെല്ലാവരും മത്സ്യബന്ധനം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് എപ്പോഴോ മനസ്സിൽ ചെറുപ്പം മുതലേ കുടിയേറിയ കലയുമായിട്ട് പുറത്തേക്ക് വന്നു. വലിയ പ്രോത്സാഹനങ്ങളും ഒരു കലാകാരനെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പുരസ്കാരം കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് എൻ്റെ തുടക്കം മുതലുള്ള വളർച്ചയിൽ എനിക്ക് വേദികൾ തന്നും അവസരങ്ങൾ തന്നും എന്നെ പ്രോത്സാഹനം കൊണ്ടും ഈ നാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിനുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഇങ്ങനൊരു വേദിയിൽ വന്ന് നിൽക്കാനായിട്ട് കുറേ ആളുകളോടുള്ള കടപ്പാടുകളുണ്ട്. അതിലേറ്റവും പ്രധാനമായി വരുന്നത് നമ്മുടെ നാട്ടുകാരനായ ദയാനന്ദൻ എന്ന് പറയുന്ന ദയാനന്ദൻ ആശാനെയാണ് ഓർക്കുന്നത് ഈ നിമിഷത്തിൽ. കാരണം നാടകത്തോട് ഒരിഷ്ടം തോന്നിയ കാലഘട്ടത്തിൽ അത് തിരിച്ചറിയുകയും എന്നെ ആ പാതയിലേക്ക് അല്ലെങ്കിൽ നാടകത്തിലേക്കുള്ള വഴി തുറന്നു തരികയും ചെയ്ത ഒരു മനുഷ്യനാണ് ദയാനന്ദൻ ആശാൻ. അദ്ദേഹത്തിൻ്റെ ചിലന്തികളുടെ സാമ്രാജ്യം എന്ന നാടകം ലൊബേലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞങ്ങൾ തന്നെ ടിക്കറ്റ് വിറ്റ്, ഞങ്ങൾ തന്നെ സീറ്റ് ഒരുക്കി, എല്ലാ പരിപാടിയും ഞങ്ങൾ അഭിനയിക്കുന്നത് ഞങ്ങൾ തന്നെ, നാടകം ഒരുക്കുന്നത് ഞങ്ങൾ തന്നെ. അങ്ങനെ എല്ലാ മേഖലയിലും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച, നമ്മളെ ഈ നിലയിലെത്തിക്കാൻ സഹായിച്ച കുറേ വ്യക്തിത്വങ്ങളുണ്ട്. ഞാറക്കൽ ശ്രീനി, ഫിലിം സ്റ്റാർ സലിംകുമാർ, പ്രദീപ് റോയ് സാറ്, അതുപോലെ തന്നെ ഈ നാട്ടുകാരായിട്ടുള്ള സെൽവൻ, സുനി, എൻ്റെ കൂടെ തന്നെ നാടകം കളിച്ച ജോസ്, ഇതൊക്കെ നമ്മുടെ തുടക്കകാലങ്ങളാണ്. അവരെയൊക്കെ ഈ നിമിഷത്തിൽ എല്ലാവരുടെയും എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഈ 15 വയസ്സ് തുടങ്ങിയുള്ള എൻ്റെ ചരിത്രം അല്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ ജീവിതം എല്ലാവർക്കും അറിയുന്നതാണ്. അതിനു മുമ്പുള്ള ഒരു 14 വർഷം പുതുവൈപ്പിൽ എൻ്റെ ബാല്യകാലം. അപ്പോൾ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്നെ സ്നേഹിക്കുവാനും എന്നോട് ഇത്തരത്തിലുള്ള ഒരു ആദരവ് കാണിക്കാനും ഈ വേദി ഉപയോഗിച്ച ഈ അവസരത്തിൽ എന്നെ ഓർത്ത ഉദയസൂര്യൻ വള്ളത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മേഖലയിൽ നിന്ന് ഒരു അവാർഡ്, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയ ആ നിലയിലേക്ക് വരെ അതിൻ്റെ ഒരു ഗ്രൂപ്പിനെ എത്തിച്ച മുരളിച്ചേട്ടനെയും ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് MLA ഉണ്ണികൃഷ്ണൻ സാർ, അതുപോലെ തന്നെ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തികളെ, ഇന്നിവിടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയ ശ്രീ TK മുരളി, ലീഡർ ഉദയസൂര്യൻ, ശ്രീ ഗിരീഷ് രവി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് അർഹനായ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അഭിജിത്ത്, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സംഘം പ്രസിഡന്റുമാർ ശ്രീ PG ജയകുമാർ, ഫൽഗുനൻ ചേട്ടൻ, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി CG, എല്ലാ പ്രിയപ്പെട്ടവരെ,
ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉദയസൂര്യൻ്റെ ഈ ഒരു ഒത്തുകൂടലിന് വന്നു ചേർന്നത്. 40ാമത്തെ വാർഷികം ആഘോഷിച്ച് 2 വർഷം മുൻപ് ഇവിടെ വരുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അതൊരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വീണ്ടും ഇപ്പോൾ 42ാം വാർഷികം. തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് ഇതുപോലെ 40 വർഷത്തിലധികം ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഇതിനു മുൻപ് സംസാരിച്ച നമ്മുടെ ഗ്രൂപ്പിലെ ശ്രീ TK മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് അംഗങ്ങളുടെ പല ആശയങ്ങളും പല സാഹചര്യങ്ങളും പല വ്യക്തിത്വങ്ങളുമായിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഒരേപോലെ പരസ്പര ധാരണയോടുകൂടി ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു ഐക്യത്തോടു കൂടിയും ഇതുപോലെ ഒരു വിജയത്തിലേക്ക് എത്തുവാനും സാധിക്കുകയുള്ളൂ. അതിന് തീർച്ചയായും അവർ അഭിനന്ദനം അർഹിക്കുന്നു. ഈ ഒരു സ്നേഹവും സന്തോഷവും ഈ ഒരു പരസ്പര സ്നേഹവും അവർക്ക് എന്തുവെന്ന് നിലനിർത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം സന്തോഷമാണ് ഓരോ പരിപാടിയിലും പങ്കെടുക്കുമ്പോൾ. അതുപോലെ തന്നെ അവരുടെ എല്ലാ സന്തോഷത്തിലും അതുപോലെ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും അത് എന്നോട് തീർച്ചയായും ഒരു ജില്ലാ മാനേജർ എന്ന നിലയിൽ, ഇപ്പോൾ ജില്ലാ മാനേജർ അല്ല, നെറ്റ് ഫാക്ടറി മാനേജറാണ്. ഒരാഴ്ച മുൻപ് വരെ അവരുടെ ജില്ലാ മാനേജർ ആയിരുന്നു, മത്സ്യബന്ധനത്തിന്റെ ജില്ലാ മാനേജർ ആയിരുന്നു. അപ്പോഴെല്ലാം അവർ തീർച്ചയായും ഇനിയും തീർച്ചയായും അവരത് പങ്കിടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സുനാമിക്ക് ശേഷം ഓഖിയോടനുബന്ധിച്ചാന്ന് തോന്നുന്നു വലിയൊരു ഇതിൽപ്പെട്ട് അവരുടെ ഈ കെട്ടിടം വരുന്നതിന് മുൻപ് അവരുടെ കെട്ടിടത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു, കാര്യങ്ങൾ പറഞ്ഞത് മാഡം അറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കിടുന്ന ഇവരെപ്പോഴും. അതുപോലെ തന്നെ ഓഫ് സീസൺ സമയത്ത് പണിയില്ലാതിരിക്കുമ്പോൾ ഒരു വിളി വരും, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. അപ്പൊ ഞാൻ പറയും തീർച്ചയായും നമുക്ക് വരുന്നുണ്ട്, സീസൺ വരും, നമുക്ക് തീർച്ചയായും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നല്ല രീതിയിൽ. എപ്പോഴും പ്രാർത്ഥനയും എല്ലാവരുടെയും ഒപ്പം ഉണ്ട്. ഉദയസൂര്യന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാ അംഗങ്ങളും എല്ലാ ഗ്രൂപ്പുകളുടെയും ഒപ്പം മത്സ്യത്തൊഴിലാളിയും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എപ്പോഴും മനസ്സിൽ ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത്. തീർച്ചയായും നമുക്കൊരു നല്ലൊരു കുറച്ച് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു ഇതിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട്. രണ്ടാമത്തെ ഒരു പരിപാടിയാണ് ഉദയസൂര്യൻ സംഘടിപ്പിക്കുന്നത്. 40ാമത് വാർഷികത്തിൻ്റെ ഭാഗമായി 2 വർഷം മുമ്പ് നമ്മളിതുപോലെ ഒരു ഓണാഘോഷം കൂടിയിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. ഈ സമ്മേളനത്തിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ നായരമ്പലത്തിൻ്റെയും വൈപ്പിങ്ങരയുടെയൊക്കെ അഭിമാന സ്തംഭങ്ങളായ 2 വ്യക്തികളെ കൂടി നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. ഒന്ന് മുരളിച്ചേട്ടൻ, മറ്റൊന്ന് ഗിരീഷ് രവി. മുരളിച്ചേട്ടൻ ഇപ്പോൾ ശ്രേഷ്ഠ തൊഴിലാളി സംസ്ഥാന അവാർഡ് വാങ്ങിയ വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ വൈപ്പിങ്കരയുടെ തന്നെ അഭിമാനം ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ സന്തോഷവും അഭിനന്ദനവും അറിയിക്കുകയാണ്. പഞ്ചായത്ത് നമ്മൾ ഇതുപോലെ ഇവരെ ആദരിച്ചത് കൂടിയാണ്. കൂടാതെ ഗിരീഷ് രവിയെ ഈ നാടക സംസ്ഥാന അവാർഡ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നാടക നടൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു സിനിമാ നടൻ കൂടിയാണ്. അത് നമ്മൾ എത്ര പേര് അറിയാമോ എന്ന് എനിക്കറിയില്ല. വെടിക്കെട്ട് എന്ന സിനിമയിൽ നമ്മുടെ ഇളങ്ങുന്നപ്പുഴ പുക്കാട് വെച്ചിട്ട് ഏതാണ്ട് 90% ഷൂട്ടിംഗ് അവിടെയായിരുന്നു അതിൻ്റെ ആ സിനിമയുടെ. അതിലൊരു ശരിക്കും പ്രേക്ഷക ശ്രദ്ധ നേടുന്ന ഒരു കഥാപാത്രം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ശരിക്കും ഒരു 70 വയസ്സോളം പ്രായം വരുന്ന ഒരു ആളായിട്ടാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. പെട്ടെന്ന് ഗിരീഷിനെ അടുത്തറിയാത്ത ഒരാൾക്ക് ഗിരീഷാണോ എന്നത് സംശയം തോന്നുന്നില്ല. അത്രയ്ക്ക് മികവുറ്റൊരു കഥാപാത്രത്തെ ശരിക്കും നമ്മുടെ ശ്രദ്ധ നേടിയെടുക്കുന്നതിൽ വളരെയധികം അഭിനയ മികവ് കാണിച്ച ഒരു കഥാപാത്രം കൂടിയാണ് വെടിക്കെട്ടുന്ന സിനിമയിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് പല രീതിയിൽ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞതാണ്. തീർച്ചയായിട്ടും സംസ്ഥാന അവാർഡിന് ഏറ്റവും യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ്. ആ
അവാർഡ് നമ്മുടെ നാട്ടിലേക്ക് വൈപ്പിങ്കരയുടെ വിവിധ തലത്തിൽ ഇപ്പോൾ അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആണ് പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ TN ലെവൻ, നായരമ്പലം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് AG ഫൽഗുനൻ, മത്സ്യബെഡ് ക്ലസ്റ്റർ ഓഫീസർ ഷൈമ, മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ, ഉദയസൂര്യൻ ഗ്രൂപ്പിൻ്റെ തൊഴിലാളികളെ, ഇവിടെ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. കൂടുതൽ അഭിമാനകരമായിട്ടുള്ള ചടങ്ങാണ് നടന്നുകൊണ്ടിരുന്നത് പലതും. TK മുരളീധരനെ ആദരിക്കുക എന്ന് പറയുമ്പോൾ അത് സംഘത്തെ കൂടി ആദരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വർഷങ്ങളായി സംഘത്തിൻ്റെ മാതൃകാ ഗ്രൂപ്പുകളിലൊന്നാണ് ഉദയസൂര്യൻ. ഉദയസൂര്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘം തുടങ്ങിയ നാൾ തുടങ്ങി നല്ല രീതിയിലെ തിരിച്ചടവും എല്ലാവുമായിട്ട് സഹകരിച്ചു പോകുന്ന, അതോടൊപ്പം തന്നെ സംഘം വിളിക്കുന്ന യോഗങ്ങളിൽ, മീറ്റിങ്ങുകളിൽ, അത് മന്ത്ലി റിവ്യൂകളിൽ എല്ലാം തന്നെ ഉദയസൂര്യൻ ഗ്രൂപ്പിന്റെ ഹാജർ എന്തായാലും ഉണ്ടാവും. ഉദയസൂര്യൻ ഗ്രൂപ്പിന്റെ ലീഡർ TK മുരളീധരൻ, ഈ ഗ്രൂപ്പിന് ശക്തിയും ഊർജവും കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യായ ഈ ഗ്രൂപ്പിന്റെ മെമ്പർ വത്സലൻ, മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇപ്പോൾ ഈ ഗ്രൂപ്പ് നൽകിയ ആദരവ് നൽകിയ 2 പേര്, അതായത് ഒന്ന് TK മുരളീധരനും ഗിരീഷും, അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരിയാണ്. കാരണം കൂടുതലായിട്ട് ഞാൻ അവരെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. 30 വർഷക്കാലമായി നമ്മുടെ ഗിരീഷ് ഈ നാടകരംഗത്ത് പ്രവർത്തിക്കുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എൻ്റെ തൊട്ടടുത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. നമ്മുടെ കുടുംബ സുഹൃത്ത് കൂടിയായിരുന്നു. കുറച്ച് കാലം അവർ പുതുവൈപ്പിലേക്ക് പോയപ്പോൾ കുറച്ച് നാളാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ വീഴ്ചയിട്ട് നിൽക്കുകയാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ. അവൻ ചെറുപ്പം മുതലേ നാടകരംഗത്ത്, കാരണം വെച്ചാൽ എല്ലാ കലാരംഗത്തും നല്ല ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അതിൻ്റെ ഫലം അനുഭവിച്ചത് 30 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ മുരളീധരൻ ഇപ്പോൾ കിട്ടിയ പുരസ്കാരം, തൊഴിലാളി വിഭാഗത്തിൽ കിട്ടേണ്ട പുരസ്കാരം 3ാം സ്ഥാനം സംസ്ഥാന തലത്തിൽ മുരളീധരൻ കരസ്ഥമാക്കി. അത് നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ്. 2 പേരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മറ്റു ഉദയസൂര്യൻ്റെ ബഹുമാന്യരായ മെമ്പർമാരെ, സുഹൃത്തുക്കളെ, തൊഴിലാളികൾ, 40 വാർഷികം ആഘോഷിച്ച സമയത്ത് ഞാൻ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുറെ കൂടി ഗൗരവമായിട്ട് സമൂഹത്തിലെ വിഷയങ്ങൾക്ക് കാണുകയും അതിനോട് പ്രതികരിക്കുകയും അതിന് തങ്ങളാൽ കഴിയുന്ന പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് കൂടുതൽ ഉദയസൂര്യൻ ഗ്രൂപ്പ് വരുന്നുണ്ട് എന്നുള്ളതിൽ വളരെ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ കുറേ വിഷയങ്ങൾ അദ്ദേഹത്തിനുള്ള ആകുലതകളാണ്. തൊഴിലാളികളുടെ തൊഴിൽ മേഖലയിലുള്ള ചില പ്രശ്നങ്ങൾ, അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിലും വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ മനസ്സുമായിട്ട് ഉദയസൂര്യൻ മുന്നോട്ട് പോകുന്നു എന്നതിലും വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ തൊഴിൽ മേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനും അത് പരിഹരിക്കാനും മുൻകൈയെടുക്കുകയും അതിന് വളരെ നല്ല രീതിയിൽ കഴിയുന്ന സംഭാവന ചെയ്യാവുന്നത് ഒരു തൊഴിലാളി വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കടമകളിലുണ്ട്. അത്